ഇതൊക്കെ വീടാണല്ലോ ദൈവമേ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. പട്ടിയൊന്നുമില്ലേക്കും. പരിചയമില്ലാത്ത കാരണം എല്ലാ വീട്ടിലും പട്ടികളൊക്കെ ഉണ്ടാവും. ഇവിടെ ഉണ്ടോ ചേച്ചിയെ? ഹലോ ഹലോ. വാതില് തുറന്നിട്ടുണ്ട്, പക്ഷെ ആളെ കാണുന്നില്ല. ഹലോ. ആ ഞാനായിരുന്നു. ഞാനേ ഹരിതസേനന്റെ പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടിട്ട്. ഇന്ന് നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നു? ആണോ? ഗ്രൂപ്പില്ലേ? ഇവിടെ ഗ്രൂപ്പിലൊക്കെ ഇടല്ലേ? ഗ്രൂപ്പിലല്ല, ഇവിടെ ഞായറാഴ്ചകളിൽ വരലില്ല. ഇവിടെ വരുന്നത് ദിവസങ്ങളിലാണ്. നിങ്ങൾ ആദ്യമായിട്ടാ യൂണിഫോം ഒക്കെ? ഇല്ല, യൂണിഫോം ഞാൻ ആദ്യമായിട്ടാ. ഞാൻ ഇവിടെ അല്ല, ഞാൻ വേറെ സ്ഥലത്തായിരുന്നു. അപ്പൊ ഇങ്ങോട്ടാ വേറെ കിട്ടി. അപ്പൊ എന്റെ കൂട്ടത്തിൽ ആൾക്കാരുണ്ട്, അവരങ്ങോട്ട് പോയി. ആണോ? യൂണിഫോം ഒന്നും ഇടാതെ ഇപ്പൊ ഉള്ള കാലത്ത് ആൾക്കാർ പലതും പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ യൂണിഫോം ഇല്ലാതെ വരുമ്പോ നമുക്ക് എന്താ അറിയില്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഓരോ ഞായറാഴ്ച ഇങ്ങനെ വേസ്റ്റ് എടുക്കാൻ ഞങ്ങളോട് എന്താ പറയാ, ഞങ്ങൾ പുതിയ ആൾക്കാരായതുകൊണ്ടേ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് സമയമുള്ള പോലെ പോയിട്ട് ഏരിയ തിരിച്ചു തന്നതാ. അപ്പൊ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം. അപ്പൊ ഇനി അടുത്ത ഇതിലൊക്കെ ഞാനായിരിക്കും വരിക. കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോയി, പുതിയ ആൾക്കാരെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ പ്ലാസ്റ്റിക് ഒന്നും എടുത്തു വെച്ചിട്ടില്ലല്ലോ. നമുക്ക് ദിവസം ബുധനാഴ്ച, ശനി അങ്ങനെയുള്ള ദിവസങ്ങൾ. ഞങ്ങൾ അവിടേക്കൊക്കെ എങ്ങനെ അറിയാം, ഗ്രൂപ്പ് ഉണ്ടാവും ഇതിന്റെ. അപ്പൊ ആ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും, ഇന്ന ദിവസം വരും എന്ന് പറഞ്ഞാല് പ്ലാസ്റ്റിക് ഒക്കെ എടുത്തിട്ട് അങ്ങനെ വെക്കും. പിന്നെ ഇവിടെയൊക്കെ എല്ലാ വീട്ടിലും ആരും ഒരു സഹകരണം ഇല്ല ഇവിടെ. അത് ഇവിടെ എല്ലാരും ആഴ്ചയില് ഇന്ന ദിവസം എന്ന് പറയാം. ആ ദിവസം വരുമ്പോഴേക്കും എല്ലാം എടുത്തു വെക്കലാണ്. അത് എന്നിട്ട് അവര് എടുത്ത് താഴെ അവര് തന്നെ ഇവിടെ ആരെങ്കിലും പ്ലാസ്റ്റിക് കത്തിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഇവിടെ ഒന്നും ആരും പ്ലാസ്റ്റിക് കത്തിക്കില്ല. ഇവിടെ കരിയില തന്നെ കത്തിക്കല് കുറവാണ് എല്ലാം. കാരണം ഇവിടെ ഒക്കെ വെള്ളത്തിന് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ പൈപ്പ് വെള്ളമൊക്കെയാണ്, എപ്പോഴും കിട്ടൂല. പിന്നെ പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ലല്ലോ. പക്ഷെ ഞങ്ങൾ അവിടെയൊക്കെ എത്ര പറഞ്ഞാലും ആൾക്കാർക്ക് കുറെ ബോധവൽക്കരണ ക്ലാസ് ഒക്കെ ഞങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അവര് എന്താ പറയാ, 50 രൂപ ഞങ്ങൾക്ക് തരണല്ലോ. അത് പേടിച്ചിട്ട് അവർ 50 രൂപ നിങ്ങൾക്ക് എന്തിനാ എന്നൊക്കെ ചോദിച്ചിട്ട് അവരെന്ത് ചെയ്യും, ചിലവര് പ്ലാസ്റ്റിക് കത്തിക്കും. 50 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ പൈസ കൊടുത്ത് സാധനം വാങ്ങുന്നത്, നമ്മൾ ആ സാധനം പ്ലാസ്റ്റിക് ഫ്രീ ആയി കൊണ്ടുവരുന്നതാണ്. ഇത് കൊണ്ടുവന്ന് ഇവിടെ കൂട്ടിയിട്ട് കത്തിച്ചിട്ടുള്ള രോഗങ്ങൾ നമുക്ക് തന്നെ. അതെ, അത് നമുക്ക് തന്നെയല്ല, അവിടെ അതിന്റെ ആ വിഷവാതകങ്ങൾ എല്ലായിടത്തെയും പരന്നിട്ട്. അതെ, കുഞ്ഞു മക്കൾക്ക്. അതെ, എന്തൊരു പനി വന്ന് ചെന്ന് നോക്കിയാലും അപ്പൊ ക്യാൻസർ. അതാ അതൊന്നും എല്ലാവർക്കും ഒന്നും പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവുന്നില്ല. നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ടാണ് അതൊക്കെ വരുന്നത്. അപ്പൊ നമ്മള് ഒരു 50 രൂപ നമ്മൾ എന്തൊക്കെ കാര്യത്തിന് പൈസ ചെലവാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ 50 രൂപ പോകുന്നെന്ന് ഓർത്തിട്ട് കത്തിക്കലില്ല. നമ്മളൊക്കെ ഇവിടെ എടുത്തു വെക്കില്ല. ഞാൻ പിന്നെ ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ നമ്മളിവിടെ എടുത്തു വെക്കും. പൈസ അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കൽ, അവരെടുത്തുകൊണ്ട് പോകല. ഇവിടെ അടുത്തൊക്കെ വീടുണ്ടോ ചേച്ചി? അതിന്റെ മുകളിലേക്ക് ഒരു വീടും കൂടി ഉണ്ട്. അവിടെയും കൂടെ കയറി വരുമ്പോഴേക്കും. അപ്പൊ ഞാൻ ആയിക്കോട്ടെ, ഒന്ന് റെഡി ആക്കി വെക്കണേ. നിങ്ങൾ എന്തായാലും ആദ്യമായിട്ട് വരികയല്ലോ. ഭയങ്കര കയറ്റാട്ടോ, ഭയങ്കര കയറ്റം. ഇവിടെ ഇത്ര വീടൊക്കെ ഉള്ളത് അറിയത്തില്ല. ഞങ്ങൾ കയറി ഇരിക്കുക, ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട്. ആയിക്കോട്ടെ, വെള്ളം എന്തായാലും വേണം. ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അപ്പൊ ഞാനേ നിങ്ങള് അടുത്ത ഇതിന് വരുമ്പോ അപ്പോഴേക്കും ഇതൊക്കെ എടുത്തു വെച്ചാ മതി. വണ്ടി വരുമ്പോഴേക്കും അവിടെ താഴേക്ക് വെച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോ ബില്ല് തരാം കേട്ടോ. നിങ്ങളെ ഫോൺ നമ്പർ ഒന്ന് തരണം. എന്നാ ഞാൻ അവരെ ഗ്രൂപ്പ് ഉണ്ടാക്കും. എന്തായാലും ഗ്രൂപ്പ് ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. അപ്പൊ അതിൽ ആഡ് ചെയ്യാലോ കേട്ടോ. പിന്നെ ഇവിടെ അടുത്തുള്ളവരൊക്കെ ഒന്ന് പറയണം. ഞാൻ അങ്ങനെ പുതിയ ആളായതുകൊണ്ടേ കേട്ടോ. ചേച്ചി, നിങ്ങളുടെ പേരെങ്ങനെയായിരുന്നു? ലത. അപ്പൊ ഇവിടെ എല്ലാം 50 രൂപ തന്നെയല്ലേ? എന്താ പറയാ, ചിലർക്ക് പരാതി ഉണ്ട്. ചിലര് ഓരോ ഇതിന് വെച്ചിട്ടാണ്. കുപ്പികൾ സ്വന്തം ആകുമ്പം അത് നോക്കണം കേട്ടോ. കുപ്പികൾ മാത്രം വേറൊരു ദിവസം എടുക്കുക. അതുപോലെ പഴയ തുണികളൊക്കെ ഉള്ളത് അത് വേറൊരു ദിവസം. പ്ലാസ്റ്റിക് അങ്ങനെ ചെരുപ്പുകളൊക്കെ ഓരോ മാസത്തിൽ ഓരോന്നാണ് എടുക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ മാറ്റി വെക്കണേ. ഒന്നിച്ചെല്ലാം കൂടി ഒന്നിച്ചിടരുത്. അപ്പൊ അറിയാത്തവരുണ്ടോ ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഈ വയസ്സായ അമ്മമാരൊക്കെ ഉള്ളപ്പോഴേ അവർക്ക് അതൊന്നും അറിയില്ലല്ലോ. അപ്പൊ പ്ലാസ്റ്റിക് അങ്ങനെ ഒന്നിച്ചെടുത്ത് വെക്കും. അപ്പൊ അതൊന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അതിനൊക്കെ വേറെ തുണി, ബാഗ്, ചെരുപ്പൊക്കെ എടുക്കുന്നതിന് 100 രൂപ അങ്ങനെ മാറി പൈസ വാങ്ങുന്നുണ്ട്. അത് ഇപ്പൊ നമ്മളെ പറഞ്ഞിട്ടല്ല, അത് അവിടുന്ന് പറയുന്നതല്ലേ. അപ്പൊ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചുമന്ന് അതെ.
ഒരു കണക്കിന് എന്താ പറയാ ഇങ്ങനെ ഒരു നിയമം വന്നത് നമ്മൾക്ക് എല്ലാവർക്കും നല്ലതാണ് അല്ലെ. ഇത് ഈ ചീഞ്ഞ ഇതൊക്കെ കിടക്കുമ്പോ നമ്മൾ എവിടെ കൊണ്ടുപോയി ഒഴിവാക്കും. ഇത് ഇവരിങ്ങനെ കൊണ്ടുവന്നേ കൊണ്ട് നല്ലൊരു കാര്യമല്ലേ അതൊക്കെ. അത് മാത്രമല്ല നമ്മൾ ഈ കുറെ പഴംതുണിയും ചെരുപ്പും കാര്യങ്ങളും ഒക്കെ അവിടെ ഇവിടെയും വാരി നല്ലതല്ലേ. നമ്മള് വീട് വൃത്തിയായി കിട്ടുമല്ലോ. അപ്പൊ ചേച്ചി നമ്പർ ഒന്ന് പറയണം. നമ്പർ ഒന്ന് പറയാവോ? നമ്പർ അല്ല ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. അപ്പൊ ആ നമ്പർ അത് ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്റെ കയ്യിലുണ്ട്. അവരെ ചെയ്താൽ ഇതിൽ തന്നെ ചെയ്താൽ പോരെ. പുതിയ ആൾക്കാർ വന്നാലും പഴയത് തന്നെയാണല്ലോ. അതെ അതെ. ഒരു ഗ്ലാസ് വെള്ളം തരാം. മതിയോ? കേട്ടോ വെള്ളം കുടിച്ചോട്ടോ. കട്ടൻ എടുക്കണോ? വേണ്ട വേണ്ട കട്ടൻ വേണ്ട. ഈ ചൂടത്തെ നല്ല ചൂടല്ലേ. നാരങ്ങ വെള്ളം കലക്കാന്ന് വിചാരിച്ചു. നാരങ്ങ ഉണ്ടായിരുന്നു പക്ഷെ അപ്പൊ തീർന്നു. ഇപ്പൊ ഈ കായ ഉണ്ടായിട്ടില്ല. നിറച്ച് കായ ഉണ്ടാവലുള്ളതാ. പക്ഷെ ഇപ്പൊ എന്താ അറിയില്ല, വെയിൽ കൊണ്ടാന്ന് തോന്നുന്നു കായ ഉണ്ടായിട്ടില്ല. നിങ്ങള് മുകളിൽ പോയില്ലേ? മുകളിൽ പോയി. അവിടെ ആരും ഇല്ല അവിടെ. ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ്. ചിലപ്പോ അവരെ അമ്പലത്തിൽ പോയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞോളാം എന്നാലും ഇങ്ങനെ പുതിയ. പിന്നെ ഒന്നാമത് എനിക്ക് ഇങ്ങോട്ടൊക്കെ വരാനും വീടൊന്നും അറിയാത്ത അധികം വീട്ടിലും പട്ടികളുണ്ട്. അപ്പൊ ഇപ്പൊ അതും ഒരു ഇതല്ലേ. എല്ലായിടത്തും തന്നെ പരിചയമില്ലാത്ത പട്ടികളുണ്ട്. അപ്പൊ ഒന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. എന്നാലും അവര് എല്ലാരോടും എടുത്തു വെക്കാൻ വേണ്ടിട്ട് അവരോട് പറഞ്ഞാൽ മതി. ഒന്ന് പൈസ റെഡിയാക്കി വെക്കാൻ വേണ്ടിട്ട് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ മാസവും നമ്മളുടെ വീട്ടിൽ കയറി ഇറങ്ങുന്ന ഹരിതസേനയുടെ സംരംഭത്തിൻ്റെ തൊഴിലാളികൾ നമ്മളുടെ വീട്ടിൽ വരുമ്പോൾ അവരോട് നമ്മൾ മാന്യമായിട്ട് പെരുമാറുവാൻ ശ്രദ്ധിക്കണം. അവർ കാരണമാണ് നമുക്ക് നമ്മുടെ വീടും നാടും ഒക്കെ കുറേയേറെ വൃത്തിയായി കിടക്കുന്നത്. പിന്നെ 50 രൂപ കൊടുക്കാൻ മടി കാണിച്ചാൽ പിന്നീട് നമ്മൾ 50 ലക്ഷത്തിന് വേണ്ടി നാട്ടിൽ പിരിവ് നടത്തേണ്ടി വരും. അതുകൊണ്ട് ഒരു കാരണവശാലും പ്ലാസ്റ്റിക് കത്തിക്കാൻ ആരെയും അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെയും സമ്മതിക്കാതിരിക്കുക. നിങ്ങൾ അത് ചെയ്യാതിരിക്കുക. അത് അറിയാത്തവരുണ്ടെങ്കിൽ അവരെ ബോധവൽക്കരണം നടത്തി അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മളുടെ വീട്ടിൽ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് കവറുകൾ ഒരു ചാക്കിലോ എവിടെയെങ്കിലും എടുത്ത് സൂക്ഷിച്ചു വെച്ച് മാസത്തിലൊരിക്കൽ വരുന്ന ഈ സഹോദരിമാരുടെ കയ്യിൽ കൊടുത്തു വിടുക. അവർ അത് സുരക്ഷിതമായ സ്ഥലത്തെത്തിച്ച് നമ്മളെയും നമ്മുടെ നാടിനെയും മഹാരോഗങ്ങളിൽ നിന്ന് രക്ഷിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.